ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു വോളറ്റൈലായിട്ടുള്ള സെഷനായിരുന്നു നിഫ്റ്റിയിൽ കണ്ടുകൊണ്ടിരുന്നത്. ഏകദേശം 250-300 പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു നിഫ്റ്റിയിൽ നടന്നുകൊണ്ടിരുന്നത്. 10,014 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 10,046 വരെ ഹൈ പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ലോ പ്രൈസ് നോക്കുമ്പോൾ 9,720 വരെ ലോ പോയി. തുടർന്ന് 9,914 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ന്യൂസുകളും മിക്സഡ് ആയിട്ടുള്ള ട്രെൻഡുകളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും വോളറ്റിലിറ്റി ഇൻഡെക്സിൽ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. 32.96 ഇപ്പോൾ ഇന്ത്യയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നോക്കുമ്പോൾ 24 സ്റ്റോക്കുകളായിരുന്നു അഡ്വാൻസസിൽ, 26 സ്റ്റോക്കുകൾ ഡിക്ലൈനിലുമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു വോളറ്റൈലായിട്ടുള്ള നല്ലൊരു ഗ്യാപ്പ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റിയിൽ കണ്ടുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ടായിരുന്നു. ഇന്ന് രാവിലെ SGX നിഫ്റ്റി നോക്കുമ്പോഴും ഈ 240 പോയിൻറ്റ്സിൻ്റെ അടുത്തൊക്കെ ഒരു ഗ്യാപ്പ് നല്ലൊരു അപ്പിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി. എങ്കിലും പിന്നീട് ഒരു നിഫ്റ്റിയിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതേ തുടർന്ന് നിഫ്റ്റി നല്ലൊരു ലോ വരെ പോയിട്ടുണ്ടായിരുന്നു. 9,728 ഒരു ലോ പോയി. പിന്നീട് ഒരു യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ഇന്നത്തെ US മാർക്കറ്റിൽ വരാൻ പോകുന്ന അനൗൺസ്മെൻറ്റുകളൊക്കെ ആയിരുന്നു ഇന്ത്യക്ക് ഒരു ലോസുകൾ കുറച്ചെങ്കിലും ഒന്ന് റേസ് ചെയ്യാൻ കാരണമായത്. ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണുന്നത് ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഇന്നും പ്ലോട്ടായിരിക്കുന്നത്. എങ്കിലും ഒരു മൊത്തത്തിലൊരു കൺസോളിഡേഷൻ മൂഡാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഒരു 10,000, 10,040 ആ ഒരു റേഞ്ചിൽ ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സപ്പോർട്ടായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു 9,500 അതുപോലെ തന്നെ 10,300 ഈ ഒരു റേഞ്ചിനുള്ളിൽ നമുക്ക് വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ പ്രതീക്ഷിക്കാം. മാർക്കറ്റ് ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ തുടരുകയാണെങ്കിൽ. ഇനി നമ്മൾ ഗ്ലോബൽ ലെവൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുന്നത് US ഫെഡറൽ റിസർവ് കോർപ്പറേറ്റ് ബോണ്ട്സുകൾ വീണ്ടും ബൈ ചെയ്യാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡിലുള്ള കോർപ്പറേറ്റ് ബോണ്ട്സ് ബൈ ചെയ്യാനുള്ളൊരു പ്ലാനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും US മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ അവർക്ക് ഒരു ഡയറക്റ്റ് ലെൻഡിങ് പ്രോഗ്രാം അവർ ഇതിനു മുമ്പ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം $700 ബില്യൺ. അവർ അതിൽ നിന്നും $1 ട്രില്യൺ അവർ വീണ്ടും അത് റേസ് ചെയ്തു. അപ്പോൾ അത് വീണ്ടും അതൊരു പോസിറ്റീവ് ന്യൂസാണ്. അടുത്തതായിട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അതുപോലെ തന്നെ സ്വിസ് നാഷണൽ ബാങ്ക് ഇവർക്കൊരു പോളിസി മീറ്റിംഗ് ഈ വരുന്ന തേഴ്സ്ഡേ ഉണ്ട്. അപ്പോൾ അതിൽ അവരൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജ് വരും എന്നുള്ള രീതിയിലും മാർക്കറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ്. പക്ഷേ ഇതേ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യ ചൈന ഒരു ബോർഡർ ടെൻഷൻസ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഇനിയും വേഴ്സായി കഴിഞ്ഞാൽ വീണ്ടും അതൊരു ഇന്ത്യൻ മാർക്കറ്റിൽ എഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ന്യൂസിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുമാത്രമല്ല, ഇപ്പോൾ കൊറോണയുടെ കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വീണ്ടും ഒരു വർധനവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വരും ദിവസങ്ങളിൽ നമുക്കൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡുകൾ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ന്യൂസുകളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഗ്ലോബൽ ലെവലിലുള്ള മാർക്കറ്റിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ US മാർക്കറ്റിൽ നല്ലൊരു പോസിറ്റീവുള്ള ഒരു എൻഡിങ് ആയിരുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പം ഒരു നല്ലൊരു പോസിറ്റീവ് ഗെയിനോട് കൂടിയാണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാർക്കറ്റും തന്നെ ഏകദേശം 2-3% പോസിറ്റീവിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ഏഷ്യൻ മാർക്കറ്റൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ പോസിറ്റീവിലാണ് ഏഷ്യൻ മാർക്കറ്റിന് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിലൊരു പോസിറ്റീവ് മൂഡാണ് ഇപ്പോൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. SGX നിഫ്റ്റി 40 പോയിൻറ്റ്സ് പോസിറ്റീവിൽ ട്രേഡ് ആയിരിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിലൊരു വർധനവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്രൂഡ് ഓയിലും ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് കണ്ടത് ഇൻ്റർനാഷണൽ എനർജി ഏജൻസി അവർ കൊടുത്ത അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 2020 എൻഡ് വരെയെങ്കിലും ഈ ഒരു ഓയിൽ ഡിമാൻഡിലൊരു ഫുള്ളായിട്ടുള്ള റിക്കവറി ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തത് അപ്ഡേറ്റ്. അടുത്തതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ FIAൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെയും ഒരു നെറ്റ് സെല്ലാണ് അവരുടെ ഭാഗത്ത് നിന്ന് കണ്ടിരുന്നത്. 2,960 കോടി അവർ നെറ്റ് വിത്ഡ്രോളാണ് ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഒരു 1,076 കോടിയുടെ ഒരു നെറ്റ് പർച്ചേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രൂപയുടെ മൂല്യം ഡോളറിനെ അഗൻസ്റ്റ് 19 പൈസയുടെ ഒരു ഇടിവുണ്ടായിട്ടുണ്ടായിരുന്നു. 76.21 ഇന്ന് രൂപയുടെ മൂല്യം എൻ്റെ ആയിരിക്കുന്നത്. ഇനി ഇന്നത്തെ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി ഇവർ കൊടുത്ത ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഈ കഴിഞ്ഞ ആഴ്ച ജൂൺ 14 ഉണ്ടാകുന്ന ആ ഒരാഴ്ച ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 11.63 അതിന് മുമ്പത്തെ ആഴ്ച 17.51 അതിൽ നിന്ന് നല്ലൊരു ഫോൾ വന്നതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ലോക്ക്ഡൗണിലുള്ള റിലാക്സേഷനൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇതിൽ റൂറൽ അൺഎംപ്ലോയ്മെൻറ്റിലാണ് നല്ലൊരു തിരിച്ചുവരവ് ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. അതായത് 17.71 നിന്ന് അത് 10.56 തിരിച്ചു വന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിന് ലോക്ക്ഡൗണിന് മുമ്പുള്ള കാലയളവിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് 8.29 ഓവറോൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 8.41 അപ്പോൾ അതിലേക്ക് വീണ്ടും പെട്ടെന്നുള്ളൊരു തിരിച്ചുവരവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ കൊടുത്ത റിപ്പോർട്ട് പറയുന്നത്. അടുത്തതായിട്ട് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് ബോർഡിൽ നിന്നൊരു അപ്രൂവൽ വന്നിട്ടുണ്ടായിരുന്നു 1,500 കോടി റൈറ്റ് ഇഷ്യൂ വഴിയായിട്ട് റേസ് ചെയ്യാനായിട്ട്. അതുമാത്രമല്ല സെക്യൂരിറ്റി ഇഷ്യൂ വഴിയായിട്ട് 2,500 കോടി റേസ് ചെയ്യാനുള്ള ഒരു അപ്രൂവലും ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു.
അടുത്തായിട്ട് മാരുതി സുസുക്കി ഇൻഡ്യൂസിൻ ബാങ്കുമായിട്ട് ഒരു ടൈപ്പ് വന്നിരിക്കുന്നു. കസ്റ്റമേഴ്സിന് കൂടുതലൊരു അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതിനായിട്ട്. അതായത് കൂടുതൽ ലോ EMI സ്കീംസ്, അതുപോലെ തന്നെ ബലൂൺ EMI സ്കീംസ്, സ്റ്റെപ്പ് സ്കീംസ്, ഇങ്ങനെയുള്ള പുതിയ പുതിയ സ്കീമുകളുമായിട്ട് കസ്റ്റമേഴ്സിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ആ ഒരു നീഡ്സിനൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാരുതിക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു ഇത്. അടുത്തതായിട്ട് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രൊമോട്ടേഴ്സ് 20,78,000 ഷെയർസ് പ്ലഡ്ജ് ചെയ്തതായിട്ട് ഒരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ കൈവച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസിനെ വാച്ച് ചെയ്യുക. അടുത്തതായിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏർണിംഗ്സ് റിലീസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ Q4 ഒരു 9,894 കോടിയുടെ ഒരു നെറ്റ് ലോസാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എബിഡയിൽ 70.4% ഫോൾ ഉണ്ടായതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഇവരുടെ ഒരു പാസഞ്ചർ വെഹിക്കിൾ ബിസിനസ്സിൽ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ലക്ഷ്മി വിലാസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ക്ലിക്സ് ഗ്രൂപ്പ് ആ ഒരു കമ്പനീനെ ഇവരുമായിട്ട് ലയിപ്പിക്കുന്നതിനുള്ള ഒരു ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് അത് സൈൻ ചെയ്തതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതിൻ്റെ ഒരു ഫർദർ പ്രൊസീജിയറെല്ലാം ഈ ഒരു ഡ്യൂ ഡെലിജൻസ് റിപ്പോർട്ട് അത് ഒരു 45 ദിവസത്തിനുള്ളിൽ കിട്ടും. അപ്പോൾ അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള ഫർദർ പ്രൊസീജിയറെല്ലാം അവർ കൊണ്ടുവരിക എന്ന രീതിയിൽ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് അശോക ബിൽഡ്കോണിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂവിൽ 4.2% ഡിക്ലൈനാണ് Q4 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിലും നെറ്റ് പ്രോഫിറ്റിൽ 67.6% വർധനവ് ഉണ്ടായതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ് അവർ ഏകദേശം 36,000 വീൽസിൻ്റെ ഒരു എക്സ്പോർട്ടിൻ്റെ ഒരു ഡീൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു യൂറോപ്യൻ യൂണിയനിൽ നിന്ന്. നമ്മളിതിനു മുമ്പും ഇവർക്ക് ഒരു എക്സ്പോർട്ട് ഡീൽ കിട്ടിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡീലിൻ്റെ വർത്ത് നോക്കിക്കഴിഞ്ഞാൽ 2.21 ലക്ഷം യൂറോസ് ആണ് ഇതിൻ്റെ ഒരു വർത്തായിട്ട് അവർ പറയുന്നത്. അതുമാത്രമല്ല വരുന്ന ആഴ്ചകളിൽ ഇതിലും വലിയ ഓർഡറുകൾ പ്രതീക്ഷിക്കുന്ന രീതിയിലും ഒരു അപ്ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് JK ടയേഴ്സിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കിക്കഴിഞ്ഞാൽ Q4 47.2 കോടിയുടെ നെറ്റ് ലോസാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ബിസിനസ്സിൽ 32% ഡിക്ലൈനും മെക്സിക്കോ ബിസിനസ്സിൽ 36% ഡിക്ലൈനുമാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇൻ്റലക്ട് ഡിസൈൻ അരീന അവർക്ക് കഴിഞ്ഞ Q4 360 കോടിയുടെ ഒരു റവന്യൂ ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അവർ ഈ ഒരു ക്വാർട്ടറിൽ പുതുതായിട്ട് 7 പ്രോജക്റ്റുകൾ വിൻ ചെയ്തതായിട്ടും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 ഒരു ലാർജ് സ്കെയിലുള്ള ഒരു പ്രൊജക്റ്റാണ് എന്നുള്ള രീതിയിലും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അടുത്തായിട്ട് IPCA ലബോറട്ടറിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂവിൽ 22.1% വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിലും നെറ്റ് പ്രോഫിറ്റിൽ 12.8% ഡിക്ലൈനും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് അലംബിക് ഫാർമയ്ക്ക് USFDAയിൽ നിന്ന് ഒരു ടാബ്ലറ്റിൻ്റെ സെയിലിനുള്ള ഒരു പെർമിഷൻ കിട്ടിയതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു ഇവർക്ക്. അടുത്തായിട്ട് ജുബിലൻ്റ് ലൈഫ് സയൻസിൽ രാകേഷ് ജുൻജുൻവാല ഒരു സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തതായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് 5.2% ഇൻക്രീസ് ചെയ്തതായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വൈഫ് ജൂൺ 15 ഏകദേശം 0.4% സ്റ്റേക്ക് വീണ്ടും വാങ്ങിയതായിട്ടൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലി മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയിൽ 4.8% സ്റ്റേക്കാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗ്ലോബൽ ലെവലിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ US വീണ്ടും കൊറോണയുടെ കേസുകൾ വർധന വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു എക്കണോമി റീഓപ്പൺ ചെയ്തതിന് ശേഷം. അടുത്തായിട്ട് UK അവരുടെ അടുത്ത വാക്സിൻ ഹ്യൂമൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ ശുഭസൂചകമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കൊറോണയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ന്യൂസ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് USFDAയിൽ നിന്നും വന്ന അപ്ഡേറ്റ് നോക്കുമ്പോൾ ക്ലോറോക്വിനൈൻ, അതുപോലെ തന്നെ ഹൈഡ്രോസി ക്ലോറോക്വിനൈൻ, അത് കൊറോണയുടെ എഗെയിൻസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്സിനായിരുന്നു. അപ്പോൾ അത് ഇഫക്റ്റീവ് ആവുന്നില്ല എന്നുള്ള രീതിയിലൊരു അപ്ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിംഗപ്പൂരിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ റീഓപ്പൺ ചെയ്യും എന്ന രീതിയിൽ അവർ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പം 3.4 ലക്ഷത്തിന് മുകളിലാണ് ഇപ്പം കൊറോണ കേസസ് റിപ്പോർട്ടായിരിക്കുന്നത്. പാതിക്കടുത്തൊരു റിക്കവറി നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ കൂടുതലാണ്. അതുമാത്രമല്ല ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഈ ജൂലൈ ആകുമ്പോഴത്തേക്കും ടോട്ടൽ കേസസ് 8 ലക്ഷത്തിന് മുകളിലേക്ക് 8 ലക്ഷം കഴിയും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഇനി അതുമാത്രമല്ല അടുത്തൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ചൈന ആ ഒരു ബോർഡർ ടെൻഷൻസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അത് തുറന്നുള്ള ഒരു ഡിസിഷൻസൊക്കെ നിങ്ങൾ ക്വിക്കായിട്ട് എടുക്കുന്ന രീതിയിൽ മൂവ് ചെയ്യുക. അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.